ഇതിപ്പോൾ കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷം എത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ലോക്സഭയിൽ രാഹുൽ, രാജ്യസഭയിൽ ഖാർഗെ കത്തിക്കയറുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. പക്ഷേ എന്തിനാണ് പല വിഷയങ്ങൾ, നീറ്റ് മാത്രമല്ല പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, മോദിയെ ഇരുത്തിക്കൊണ്ട് പ്രതികരിക്കുന്നു. ഈ തരത്തിലൊക്കെ ഇന്നത്തെ ദിവസം വ്യത്യസ്തമാണ്. മോദിയെ പ്രതിരോധിക്കാൻ വേണ്ടി, മോദിക്ക് വേണ്ടി ബാക്കി എല്ലാവരും അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഒക്കെ എഴുന്നേൽക്കുന്നത് നമ്മൾ കാണാമായിരുന്നു. പക്ഷേ അഭയമുദ്ര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് കോൺഗ്രസിൻ്റെ ചിഹ്നമെന്ന് രാഹുൽ പറയുന്നു. പിന്നീട് പല മതചിഹ്നങ്ങളും കാണിക്കുന്നുണ്ട്. ഈ തരത്തിലൊക്കെയുള്ള ഒരു ഡ്രാമ ആവശ്യമുണ്ടോ പാർലമെന്റിൽ? പോകുന്ന ഒരു മുഴുനീള സിനിമയുടെ ട്രെയിലർ മാത്രമാണ് നാം ഇന്ന് കണ്ടത്. ഇന്ന് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സംബന്ധിച്ച് ഉള്ള രണ്ട് വ്യത്യസ്തമായ വായനകളുടെ ഏറ്റുമുട്ടലാണ്. പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാണുന്നത് പ്രധാനമന്ത്രിക്കേറ്റ വ്യക്തിപരമായ, രാഷ്ട്രീയമായ, ധാർമ്മികമായ ഒരു പരാജയമായാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഏകാധിപത്യപരം എന്ന അവർ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്വയം തന്നിലേക്കെല്ലാം കേന്ദ്രീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിക്കെതിരെയുള്ള വിധിയെഴുത്തായാണ് പ്രതിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഇതിന് കടകവിരുദ്ധമായാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു തുടർച്ച മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു വ്യത്യാസമുണ്ടായിട്ടില്ല. മോദി 3.0 എന്ന് പറയുന്ന മോഡി 1.0യുടെയും 2.0യുടെയും ഒരു തുടർച്ച മാത്രമാണ് എന്ന് തെളിയിക്കാനായിട്ടാണ്, അങ്ങനെയുള്ള ഒരു സന്ദേശം നൽകാനായിട്ടാണ് മോദി ശ്രമിക്കുന്നത്. അതിനായിട്ടാണ് അദ്ദേഹം പ്രധാന വകുപ്പുകളിലെല്ലാം പഴയ മന്ത്രിമാരെ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. 146 MP-മാരെ സസ്പെൻഡ് ചെയ്ത അതേ ആളെ തന്നെ സ്പീക്കറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് നിയമപരമായി അല്ലെങ്കിൽ പാർലമെന്റിന്റെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് അർഹമായ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാം എന്ന് ഉറപ്പ് നൽകാൻ തയ്യാറാകാത്തതിലൂടെ, അതിന് വിസമ്മതിക്കുന്നതിലൂടെ ഒക്കെ നരേന്ദ്രമോദി ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ താൻ എങ്ങനെയാണോ പ്രതിപക്ഷത്തിൻ്റെ മേൽ ഒരു തേർവാഴ്ച നടത്തിയത് അതുപോലെ തന്നെ തുടരാനാണ്. അതിൻ്റെ തന്നെ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ, വിരുദ്ധങ്ങളായ രണ്ട് വായനകൾ തമ്മിലുള്ള, രണ്ട് സങ്കല്പങ്ങൾ തമ്മിലുള്ള, രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അനിവാര്യമാണ്. അത് ഈ സഭയുടെ കാലാവധി ആകെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച് നരേന്ദ്രമോദിക്ക് പരിചയമില്ല, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നരേന്ദ്രമോദിക്ക് പരിചയമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കോ, എന്തിന് ഇപ്പോൾ സ്പീക്കറായിരിക്കുന്ന ഓം ബിർളയ്ക്കോ അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർ നേരിടുന്ന പ്രധാന പ്രശ്നം. പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊരു ഭരണഘടനാ പദവിയാണ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് സഭയിൽ എഴുന്നേറ്റ് നിന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടത് സ്പീക്കറുടെ ബാധ്യതയാണ്. അദ്ദേഹം സംസാരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത്, അദ്ദേഹത്തിൻ്റെ ശബ്ദം തടസ്സപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതൊക്കെ സ്പീക്കറുടെ ചുമതലയാണ്. അത്തരം ഒരു സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളത് നരേന്ദ്രമോദിക്ക് വളരെയേറെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാണ് ഈ രാഹുൽ കോൻ? ഏത് രാഹുൽ, എന്ത് രാഹുൽ എന്നൊക്കെ നമ്മൾ പറയുന്നല്ലേ. രാഹുൽ കോൻ എന്ന് ചോദിച്ച നരേന്ദ്രമോദിക്ക് തന്നെ നേരിടാനായി പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നതിൻ്റെ അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസമുള്ള പ്രവർത്തനങ്ങളിൽ, കഴിഞ്ഞ ദിവസം സ്പീക്കറെ ചെയറിലേക്ക് അനയിക്കുന്നതിന് മുമ്പിൽ അദ്ദേഹത്തിന് കൈകൊടുക്കുമ്പോൾ പോലും നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജിൽ ആ അസ്വസ്ഥത വളരെ പ്രകടമാണ്. ആ അസ്വസ്ഥതയുടെ ബഹിർസ്ഫുരണമാണ് ഇന്ന് ഹിന്ദു മതത്തെക്കുറിച്ച്, ഹിന്ദുക്കൾ എന്ന പേരിൽ ചിലർ ആക്രമണം നടത്തുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ നരേന്ദ്രമോദി ചാടി എഴുന്നേക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. സാധാരണഗതിയിൽ ബാക്ക് ബെഞ്ചേഴ്സൊക്കെ ചെയ്യേണ്ട ജോലിയാണ് ഇന്ന് നരേന്ദ്രമോദി ചെയ്യുന്നത്. പക്ഷെ അത് വളരെ ഫീബിളായി, വളരെ ദുർബലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നരേന്ദ്രമോദി ചാടി എഴുന്നേൽക്കുമ്പോൾ ആ അസ്വസ്ഥത അദ്ദേഹത്തിന് മുന്നിൽ പ്രകടമായിരുന്നു. ആ അസ്വസ്ഥത ഇനി തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ സഭയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് വരുന്ന ഈ ഘട്ടങ്ങളിലെല്ലാം ഈ ഘടകകക്ഷികളെ നേരിടാൻ, ഈ പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ
ഉള്ള മുൻപരിചയങ്ങളില്ലാത്തതിൻ്റെ അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെ അധികം പ്രകടമാണ്. ആ അസ്വസ്ഥത തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സഭയിലെ ഏറ്റവും അസ്വസ്ഥത നിറഞ്ഞ അംഗമായിരിക്കും നരേന്ദ്രമോദി എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.